എൻ്റെ അനുമോളെ നിങ്ങൾ ഈ ഫേക്ക് ഡ്രാമ കളിച്ച് വളച്ചൊടിക്കാൻ ശ്രമിക്കല്ലേ. അപ്പോൾ ഇപ്പോൾ ലൈവിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ ഗൈസ് പറയാൻ പോകുന്നത്. ഈ വിഷയങ്ങൾ ഞാൻ സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചാൽ എമീര് സമ്മതിക്കത്തില്ല. ഞാൻ കുറേ വീഡിയോസ് ചെയ്യാൻ എടുത്തു വെച്ച്, പക്ഷേ വീണ്ടും ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. അപ്പോൾ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് രാവിലെ അനുമോൾ അനീഷേട്ടൻ അവിടെ ഊഞ്ഞാലിലോട്ട് ജസ്റ്റ് വന്നിരുന്നു. ആ സമയത്ത് തന്നെ അനുമോൾ വന്നിരുന്നിട്ട് അനീഷേട്ടൻ എനിക്കൊരു കാര്യം പറയണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഇതാണ്: അനീഷേട്ടൻ, ഞാൻ അന്ന് നിങ്ങളെ അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് ഇതായിപ്പോയി എന്ന് പറയാണ്. ഞാൻ നിങ്ങളെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ ഉടനെ അനീഷ് തിരിച്ച് പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല അനുമോളെ, ഞാനപ്പോഴേ എനിക്ക് തോന്നിയ ഒരു ഇഷ്ടം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അനുമോൾ ക്ഷമിക്കണം. ഞാനപ്പോഴും പറഞ്ഞു, എൻ്റെ ഒരു ഇഷ്ടം തോന്നി, ഞാനത് പറഞ്ഞു, അത്രയേ ഉള്ളൂ, അതങ്ങ് വിട്ടേരെ, അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യകതയില്ലെന്ന് അനീഷ് അവിടെ കട്ട് ആൻഡ് ത്രൂ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ അനുമോൾ പറഞ്ഞില്ല ചേട്ടാ, എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്കത് സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് 11 വർഷത്തിന് ശേഷം കോളേജിൽ പഠിച്ചതിന് ശേഷം ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അനീഷ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പറയുന്നത്, പക്ഷേ എനിക്ക് അത് പെട്ടെന്ന് കേട്ടപ്പോൾ എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പോൾ വീണ്ടും അനീഷ് പറയുന്നു, ഞാൻ വീണ്ടും പറയുകയാണ്, അനുമോൾക്ക് എന്തെങ്കിലും അതിനകത്തൊരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി, ഞാനതെപ്പോഴും പറഞ്ഞു പോയി എന്നുള്ളതാണ്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. ഞാൻ ഇനി അതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട, അതവിടെ അടഞ്ഞു കഴിഞ്ഞു, ആ ചാപ്റ്റർ കഴിഞ്ഞു, അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട എന്ന് കൃത്യമായിട്ട് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അതവിടെ നമ്മുടെ ആദിലയും അതുപോലെ തന്നെ നിവിനും ഒളിച്ചിരുന്ന് 6 days to go ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. ഇത് തന്നെ അവർ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് അപ്പോൾ പറഞ്ഞു, ചേട്ടാ എനിക്ക് അങ്ങനെയൊന്നുമില്ല ചേട്ടാ, എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ചേട്ടനെ ആ രീതിയിൽ ഇപ്പോൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്പോഴെന്ത് പറഞ്ഞു, പിന്നെ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു, ഓക്കെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് ആണെങ്കിൽ അത് ക്ഷമിക്കുക എന്നിങ്ങനെ പറയുന്നു. അതിനുശേഷം അനീഷേട്ടൻ എഴുന്നേറ്റ് കൈ കൊടുക്കുന്നുണ്ട്, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അനീഷേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പം മറ്റവർ വന്നു തിരിച്ച് വീണ്ടും അവിടെ നൂറായും ആദിലയും വരുന്നു, ഊഞ്ഞാൽക്കട്ടിലിരിക്കുമ്പോൾ വീണ്ടും അനുമോൾ അവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ അപ്പം നൂറ അപ്പം അതിനകത്ത് ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അക്ബറിനോട് നൂറ പറയുന്നു, പുള്ളി വീണ്ടും ഹോപ്പും വെച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അവൾ തന്നെ സംസാരിച്ച് ക്ലിയർ ആക്കട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ അപ്പോൾ അക്ബർ പറയുന്നു, അനീഷേട്ടൻ മെച്യൂരിറ്റി ഉള്ള ആളാണ്, അനീഷേട്ടൻ അങ്ങനെയൊന്നുമില്ല, അനീഷേട്ടൻ മനസ്സിലായി, അനീഷേട്ടൻ അത് അപ്പോൾ തന്നെ കളയുകയും ചെയ്തു, കാരണം പറഞ്ഞു, ഒരാളുടെ ഇഷ്ടം പറഞ്ഞു, അതിനെന്താണ് തെറ്റ്. പക്ഷേ അനീഷേട്ടൻ അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് ഹോപ്പൊന്നും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല, അനീഷേട്ടൻ അത് കളഞ്ഞ് അനീഷേട്ടൻ്റെ കാര്യം നോക്കി എന്ന് പറയുന്നു. തിരിച്ച് ഇപ്പുറത്തേക്ക് വീണ്ടും ക്യാമറ കൊണ്ടുവന്നിട്ട് ഇവരെ തന്നെ വീണ്ടും കാണിക്കുന്നുണ്ട്. ഇവരപ്പോൾ സംസാരിച്ചു, വീണ്ടും അനീഷ് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ വീണ്ടും ഈ അനുമോൾ പറയുന്നത്, അതൊന്നും സാരമില്ല ചേട്ടാ എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും അങ്ങനെയാണ് ഇവർ പിരിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും നൂറായും ആദിലയും നൂറ അവിടെ നിന്ന് എഴുന്നേറ്റു. നിവിനും ആദിലയും എന്താ പറയുക ഒളിച്ചിരുന്നല്ലോ, അപ്പോൾ എന്തിനാണ് നിങ്ങൾ വെയിലത്തിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് എഴുന്നേൽപ്പിച്ചത്. അങ്ങനെ എഴുന്നേറ്റ് കൊടുക്കുന്നുണ്ട്. അവർ വന്ന് ഊഞ്ഞാൽക്കട്ടിൽ വീണ്ടും ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അനുമോൾ അവരോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ആണുങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയും, എനിക്ക് സ്ത്രീകളെയും കാട്ടി കൂടുതൽ ആണുങ്ങളുടെ മനസ്സാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, പുള്ളിക്ക് ഇപ്പോഴും അത് ചിന്തയുണ്ട്, ഹോപ്പുണ്ട് എന്നുള്ള രീതിയിൽ വീണ്ടും അതിനെ ഡ്രാമയാക്കി വളച്ചൊടിക്കുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ദൈവമേ, എനിക്കങ്ങ് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. നമ്മളെയൊക്കെ അമ്മമാർ, എൻ്റെ അമ്മ എങ്ങാണ് ഈ സ്ഥാനത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അടിച്ച് ചെവി പൊട്ടിച്ചേനെ. കാരണം ഞങ്ങളൊക്കെ അങ്ങനെയാണ്, നമ്മളെയൊക്കെ വീട്ടിൽ അങ്ങനെയാണ് വളർത്തിയത്. ഒരു മര്യാദയുണ്ട്. അയാളുടെ കാര്യം നോക്കി പോയി, അയാൾ പറഞ്ഞു അനുമോൾക്ക് ഇഷ്ടമില്ല, അതുകൂടെ കഴിഞ്ഞു, സോറി, വീണ്ടും ആവർത്തി സോറി പറഞ്ഞു. പക്ഷേ ഇവരത് വിടാൻ തയ്യാറില്ല. വീണ്ടും പറയുന്ന അയാൾക്ക് ഹോപ്പുണ്ട്, എനിക്ക് ആണുങ്ങളുടെ മനസ്സറിയാം, എനിക്ക് പെണ്ണുങ്ങളെയും കാട്ടി സ്ത്രീകളെയും കാട്ടി കൂടുതൽ ആണുങ്ങളുടെ മനസ്സറിയാം, പുള്ളി എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്ന ഒരു കള്ളം പറയുന്നുണ്ട്, നൂറ വെച്ച് എന്താണ് നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ചേട്ടനെ ഞാൻ എൻ്റെ ആങ്ങളെ പോലെയാണ് കരുതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാക്ക് അനുമോളുടെ ഭാഗത്ത് നിന്നും അനീഷിൻ്റെ അടുത്തോട്ട് വന്നിട്ടേ ഇല്ല. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്, ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് അനീഷേട്ടനെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്, അല്ലാണ്ട് ആങ്ങളെ എന്നൊരു വാക്കേ പറഞ്ഞിട്ടില്ല. എന്നിട്ട് നൂറയോട് പറയുന്ന ആങ്ങളെ എന്നാണ്. എന്നിട്ട് പിന്നെയും പറയുന്നത്, ഇത് പുറത്തോട്ട് പോയിട്ട് എന്താവും എന്നുള്ളതാണ് എൻ്റെ പേടി. എന്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെ ഡ്രാമ കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഗൈസ്, എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. കാരണം ഇങ്ങനെ ഉണ്ടോ സ്ത്രീകൾ ഇത്രയും ഡ്രാമ? അയാളവിടെ സോറി പറഞ്ഞ് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ റിയലി സോറി പറയുകയാണ്, സോറി അനുമോളെ എന്ന് പറഞ്ഞ് ഷെയ്ക്കാൻഡും കൊടുത്തിട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും പറയുന്നു അയാൾക്ക് ഹോപ്പുണ്ട്, എനിക്ക് ആണുങ്ങളുടെ മനസ്സ് മനസ്സിലാവും, അയാളുടെ മുഖം കണ്ടാൽ അറിയാം, അയാൾക്ക് വീണ്ടും അതിന് ഹോപ്പായിട്ട് നിൽക്കുകയാണ്, അയാൾക്ക്
അയാൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, അയാൾക്ക് ഹോപ്പുണ്ട് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് അതിനെ ഒരു വലിയ കണ്ടൻ്റാക്കി എടുക്കുന്ന ഈ സ്ത്രീ ഇവരെ സത്യം പറഞ്ഞാൽ ഇവർ എക്സ്പോസ്ഡായി ഇങ്ങേറ്റത്തെ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെയൊന്നും ആൾക്കാർ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ദിൽഷ റോബിനെ പറഞ്ഞു, ഒരിക്കലും ദിൽഷ ഇങ്ങനൊന്നും റോബിനോട് കാണിച്ചിട്ടില്ല. നമ്മുടെ ആഗ്രഹമായിരുന്നു ദിൽഷ കെയർ ചെയ്യുന്ന കാണുമ്പോഴും ദിൽഷ ചിരിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോഴൊക്കെ നമ്മൾ ഡോക്ടർ റോബിനുമായിട്ട് ദിൽഷയെ ആഗ്രഹിച്ചതാണ്. അല്ലാണ്ട് ദിൽഷയുടെ ഭാഗത്ത് നിന്ന് ഇതേണക്കുള്ള ചേഷ്ടകളോ ഇതേണക്കുള്ള അൺനെസസറി കാര്യങ്ങളോ ആക്ടിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല, ഉള്ളത് പറയണമല്ലോ. എന്നിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് റോബിൻ പുറത്തിറങ്ങിയതിന് ശേഷം ദിൽഷ റോബിനെ പോലെ തന്നെ അനുകരിച്ചു. റോബിന് കിട്ടിയ ആ ഒരു കിരീടവും സാധനങ്ങളും ഒക്കെ എടുത്ത് റോബിനെ പോലെ നടക്കുന്നു, ലേഡി റോബിൻ എന്നുള്ള നമ്മൾ പേരിട്ടു. അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിച്ചതാണ് പ്രേക്ഷകർ. പക്ഷേ ഇതല്ല, ഫേക്ക് ഡ്രാമ കളിക്കുകയാണ്. ഒരു വ്യക്തിയെ ഡ്രാമ കാണിച്ച് ഫേക്ക് പ്രേമ നാടകം കളിച്ചു അയാളെ വശത്താക്കണം എന്ന് തോന്നിയിട്ട് അയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അനീഷേട്ടൻ്റെ ക്യാരക്ടറാണ്. എനിക്ക് അനീഷേട്ടൻ്റെ ഇത് കാണുമ്പം അനീഷേട്ടന് ഇഷ്ടമുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. ആ ഇഷ്ടത്തിൻ്റെ പേരിൽ പറഞ്ഞു. പക്ഷേ ഇവരുടെ ഒരു ഡ്രാമയാണ് എന്നൊരു തോന്നലും കൂടി പുള്ളിക്ക് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കണം. ഈ ഡ്രാമയാണെങ്കിൽ ഇത് ജനങ്ങളുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യണം, പൊളിച്ചെടുക്കണമെന്നും പുള്ളി വിചാരിച്ചു കാണും. ഇഷ്ടമാണെങ്കിൽ റിയൽ ആയിട്ടുള്ള ഇഷ്ടം, ഒരു വ്യക്തിയുടെ ഇഷ്ടമാണെങ്കിൽ ഇപ്പം നാളെ നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ ഇത് പറയേണ്ടി വരത്തില്ല, കാരണം പറയാനായിട്ട് കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് അയാളുടെ റിയൽ ഇഷ്ടമായിരിക്കും. അയാൾക്ക് റിയൽ ഇഷ്ടമുണ്ടായിരുന്നു, ഇപ്പം ഇല്ല, ഇഷ്ടമുണ്ടായിരുന്നു. ആ ഇഷ്ടം അയാളിത് പറഞ്ഞു. പക്ഷേ അത് റിയൽ ആയിരുന്നുവെങ്കിൽ അത് പിന്നെ അനുമോളുടെ ഒരു എക്സ്പ്രഷൻ കാണാമായിരുന്നു. കാരണം അനുമോൾ അത്രമാത്രം ചേഷ്ടകളും ആക്ടിങ്ങും പ്രേമ നാടകവും അവിടെ കളിച്ചു കഴിഞ്ഞു അനീഷേട്ടനോട്. എന്നിട്ട് അനീഷേട്ടൻ എല്ലാത്തിൽ നിന്നും മാറി നടന്നത്. അനീഷേട്ടൻ പറയുകയും ചെയ്തു പല പ്രാവശ്യവും, ഞാൻ വഴിമാറി നടക്കുന്നത്. അയാൾ എല്ലാ ആൾക്കാരെയും കെയർ ചെയ്യുന്ന ഒരാളാണ്. അയാൾ ലാസ്റ്റ് എല്ലാ ദിവസങ്ങളിലും ഇപ്പം അതിലേക്ക് പ്രശ്നം വന്നാലും നൂറയ്ക്ക് പ്രശ്നം വന്നാലും ഷാനവാസയ്ക്ക് പ്രശ്നം വന്നാലും നെവിന് വന്നാലും അക്ബറിന് വന്നാലും ആർക്കും എന്തൊരു പ്രശ്നം വന്നാലും അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഇവരെ എല്ലാവരും കൂടി ഇവരുടെ കയ്യിലിരിപ്പുണ്ട്. ഈ കിച്ചണിൽ ഫുഡ് വിളമ്പുന്ന സമയത്ത് ലാലേട്ടൻ എത്രയോ തവണ പറഞ്ഞു, നിങ്ങൾ ഫുഡ് വിളമ്പേണ്ട ആവശ്യം എന്താണ്, നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്കുള്ള ഫുഡും എടുത്ത് നിങ്ങൾ പോകൂ, എന്തിനാണ് നിങ്ങൾ വിളമ്പിക്കൊടുത്ത് ഇത്ര വലിയ വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചിട്ട് പോലും അത് സമ്മതിക്കാതെ ഫുഡ് പിടിച്ചു വാങ്ങിക്കുകയും സ്വന്തമായിട്ട് വിളമ്പണമെന്ന് വിചാരിക്കുകയും സ്വന്തമായിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് കപ്പിനകത്ത് മാറ്റി വെച്ച് വീണ്ടും കൊണ്ടുപോയി കഴിക്കുന്നത് ഇവർ 3 പേരും കൂടി. അപ്പോൾ അങ്ങനെയുള്ളത് കാണിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും കൂടി വഴക്ക് പറയുമ്പോൾ ഒരു സ്ത്രീയല്ലേ, അപ്പോൾ ഒറ്റ തിരിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ അയാളുടെ മുന്നിൽ വന്ന് കിടന്ന് പൊട്ടിക്കരയുന്നു. അയാളുടെ ഒരു പുരുഷൻ്റെ മുന്നിൽ വന്നിരുന്നു ഒരു സ്ത്രീ പൊട്ടിക്കരയാണ്, ഒറ്റപ്പെടുത്തി എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുവാണ്. പിന്നെ ചെയ്തതെല്ലാം വിളിച്ചു പറയാണ്, കുടുംബത്തിന് ചെയ്തത്, അച്ഛനെ ഞാൻ നോക്കുന്നു, അമ്മയെ നോക്കുന്നു, അതുപോലെ ചേച്ചീനെ നോക്കുന്നു, ചേച്ചിക്ക് വീട് വെച്ച് കൊടുത്തു, ചേച്ചിയുടെ ഭർത്താവിന് പണിയില്ല, ചേച്ചിയുടെ കുട്ടിക്ക് ഫീസ് കൊടുക്കുന്നു, എല്ലാം ഞാനൊരു കുടുംബത്തിന് എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഫാമിലി ഉണ്ടായി, ചേച്ചി ഗവൺമെൻറ് എംപ്ലോയിയാണ്, എന്നിട്ട് പോലും ചേച്ചിയുടെ വീടിൻ്റെ ലോൺ അടയ്ക്കുന്നു. 30 ലക്ഷം രൂപ ലോൺ എടുത്ത ലോൺ ഞാനാണ് അടച്ചു തീർക്കുന്നത്. ഇങ്ങനെ ഒരു പെണ്ണ് 10-30 വയസ്സ് ഉള്ള ഒരു പെണ്ണ് ഒരു കുടുംബജീവിതം പോലും ഇല്ലാത്ത ഒരു പെണ്ണ് ഇതേ കണക്കൊരു പുരുഷൻ്റെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ വിലപിക്കുവാണ്, ഭയങ്കരമായിട്ട് കരഞ്ഞ് വിലപിക്കുവാണ്. നമ്മൾ കാണുന്നതാണ്. മാരുതിയുടെ ആ കോർണറിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ വിലപിച്ച് കരയുമ്പോൾ അയാൾക്ക് തീർച്ചയായിട്ടും അതിനൊരു അനുകമ്പ ഉണ്ടാവും. അതുകൊണ്ടാണ് ലാലേട്ടൻ ചോദിച്ചത് സ്നേഹമാണോ പ്രേമമാണോ അനുകമ്പയാണോ. അപ്പോൾ ഇത് 3ഉം ഉണ്ടായി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള അനുകമ്പ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു നാടകം കഴിഞ്ഞതിന് ശേഷം അയാൾ റിയൽ ആയിട്ട് എന്നെ ഒരു ചോദ്യം, ഒരു പുരുഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കും നമുക്കൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ഒരു പുരുഷൻ വന്ന് നമ്മളോട് വിവാഹം പ്രേമിക്കുക എന്ന് പറയുന്നത് അത് ചപ്പാണ്. അങ്ങോട്ടും ചപ്പ് ചവറ് പിടിച്ച് നടക്കുന്നതാണ്. ആരെ വേണേലും പ്രണയിക്കാം. പക്ഷേ വിവാഹം കഴിക്കട്ടെ, നമുക്ക് വിവാഹിതരായാലോ എന്ന് ചോദിക്കുന്നത് നട്ടലുള്ള ഒരു പുരുഷൻ്റെ പുരുഷത്വം എന്ന് മാത്രമേ, ആണത്വം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അതാണ് അയാൾ ചോദിച്ചത്. അപ്പോഴാണ് ആ പ്രേമ നാടകം അവിടെ പൊളിഞ്ഞ് ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എക്സ്പോസ്ഡ് ആയത്. ഇപ്പോൾ ഇരുന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇരുന്ന് അയാൾ ക്ഷമയും പറഞ്ഞു, സോറിയും പറഞ്ഞു. ലാലേട്ടൻ്റെ എപ്പിസോഡും കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് അപ്പടി കുറച്ച് വിഷമമുണ്ടായി എന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. എനിക്ക് ആ സമയത്ത് കുറച്ച് വിഷമമുണ്ടായി എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ഓക്കെ ആയി, പിന്നീട് അത് കഴിഞ്ഞു. ഞാനിപ്പോൾ ഓക്കെയാണ്, എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ പഴയതുപോലെ, അതുകൊണ്ടല്ലേ എനിക്ക് ചിരിക്കാൻ കഴിയുന്നതെന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ചേട്ടന് വിഷമമൊന്നുമില്ലല്ലോ. എനിക്കൊരു വിഷമമില്ല, അതൊക്കെ കഴിഞ്ഞു, അത് ചാപ്റ്റർ അത് ക്ലോസ് ചെയ്തില്ലേ. അനുമോൾക്ക് താല്പര്യമില്ലാന്ന് തോന്നിയപ്പോൾ തന്നെ അവിടെ കളഞ്ഞു. എൻ്റെ ഭാഗത്ത് നിന്ന് അനുമോൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് വീണ്ടും
വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു മനുഷ്യൻ. അത് കഴിഞ്ഞ് വീണ്ടും ആ കണ്ടന്റ് തന്നെ എടുത്ത് നൂറയോടും മാതലയോടും പറയുന്നു. നൂറയും മാതലയും രാവിലെ ഇത് തന്നെ പുറത്ത് വന്നിരുന്ന് സംസാരിച്ച് ഇവരിത് കണ്ടന്റിന് വേണ്ടിയിട്ടാണ്, ഇവരൊരു പ്രേമ നാടക കണ്ടന്റ് ഉണ്ടാക്കുകയാണ്. അനിമോൾ എത്ര വൃത്തികെട്ട സ്വഭാവമാണ് ഈ കാണിക്കുന്നതെന്ന് ആദിലയും നൂറയും കൂടി രാവിലെ ഇരുന്ന് പറയുന്നത് നമ്മൾ ലൈവിൽ കണ്ടതാണ്. അപ്പോൾ വീണ്ടും ഇരുന്ന് ആ ഊഞ്ഞാൽ കട്ടിലിൽ ഇവ 3 പേരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അനീഷേട്ടൻ വീണ്ടും ഹോപ്പ് ആയിട്ടിരിക്കുകയാണ്. അനീഷേട്ടന് ഭയങ്കര ഹോപ്പാണ്, അനീഷേട്ടൻ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് എന്നിരുന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ദേഷ്യം വരാതിരിക്കുന്നത്? ഇതെന്ത് വൃത്തികെട്ട ക്യാരക്ടറാണ്. ഒരു വ്യക്തി അവർ ക്ഷമയും പറഞ്ഞതിന് വളരെ നല്ല കാര്യമാണ്. വിവാഹ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്ഷമ പറയേണ്ട പോലും കാര്യമില്ല. ലാലേട്ടൻ പറഞ്ഞ കണക്ക് പ്രണയം ഇല്ലാത്തവൻ, ഒരിക്കൽ പോലും പ്രണയം തോന്നാത്തവൻ തിരുമണ്ടനാണ്. അപ്പോൾ അത് ഒരാൾക്ക് ഒരാളുടെ പ്രണയം നിഷേധിക്കാൻ പറ്റില്ല. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല, പക്ഷെ അത് നിഷേധിക്കാൻ പറ്റില്ല. അയാൾക്ക് പ്രണയമുണ്ട്, അയാൾക്ക് ആരോട് പോലും, പെണ്ണിനോടല്ല, ഷാനവാസൊക്കെയോട് പ്രണയം ഉണ്ടാവും, പൂക്കളോട് പ്രണയമുണ്ട്, അയാൾ പറഞ്ഞ അണ്ണാന്മാരോട്, കിളികൾ. രാവിലെ ഇതൊക്കെയാണ് പുള്ളി മണിക്കൂറുകളെ നോക്കിയിരിക്കുന്നത്. രാവിലെ പാട്ട് വരുന്നവരെ 6:30 മണിക്ക് ഉണരുന്ന മനുഷ്യൻ 8 മണി വരെയും കിളികളോടും അണ്ണാനോടൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ ഫേക്ക് ഡ്രാമയാണ്.